ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഇവിടുന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കണം. ഈ ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള നല്ല പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ചെറിയ തക്കാളിക്ക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യമെങ്കിൽ കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം തക്കാളി ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊരു അല്പസമയം ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന കടലമാവാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കുത്തി ഇതൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിൻ്റെ കൂടി തന്നെ കുഴച്ചെടുക്കണം. ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒന്ന് തളിച്ചാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. മാവ് ഇപ്പം നമ്മളിവിടെ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ചെറിയ ബോൾസാക്കി എടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയ ശേഷം ഗോതമ്പ് പൊടിയിൽ ഇതുപോലെ ഒന്ന് മുക്കി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നതിൻ്റെ കൂടി തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇത് ചപ്പാത്തിയേക്കാൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തതൊന്ന് ചുട്ടെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മളിതിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാൻ. ഒരു സൈഡൊന്ന് കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. ആവശ്യമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം നെയ്യ് കൂടി തേച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. നെയ്യ് തേച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അങ്ങനെ ഗോതമ്പ് പൊടിയും കടലമാവൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.